Good evening. Good evening, ma'am. Good evening, ma'am. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. Good evening, ma'am. Good evening. Good evening. Okay, we can start with our prayer. ആരെങ്കിലും ഉണ്ടോ prayer ചെയ്യാൻ? അല്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രയറിൽ സ്റ്റാർട്ട് ചെയ്യാം. Okay, so we will start with the silent prayer. നിങ്ങളൊരു 7 പേരല്ലേ ഉള്ളൂ. സൈൻ ഇൻ ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിവൺ? തോട്ട് ഓഫ് ദ ഡേ 4 കുറെ പേര് എനിക്ക് ജോയിൻ ആവില്ലായിരിക്കും അല്ലെ. തോട്ട് ഓഫ് ദ ഡേ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രയർ സൈൻ ഇൻ തോട്ട് ഓഫ് ദ ഡേയുടെ ഒപ്പം തന്നെ വെൽക്കം ചെയ്യാം. എല്ലാരെയും വെൽക്കം ചെയ്യാനായിട്ട് ഒരാള് ആകാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ എന്തെങ്കിലും എക്സസൈസസ്, അത് ബ്രെയിൻ എക്സസൈസോ യോഗയോ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടും തമ്മിൽ തീരുമാനിച്ച് അത് ചെയ്യുക. കാരണം നമുക്ക് നമ്മളുടെ ഈ ഒരു പൊസിഷൻ, നമ്മൾ ആകാൻ പോകുന്ന ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷൈനസ് അങ്ങനെ എല്ലാം പുറത്തേക്ക് പോകണം. നമ്മളെല്ലാം അതുപോലെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് വളരെ ഇന്നസെന്റ് ആണ്. അവര് കുറെ കാര്യങ്ങൾ അവരങ്ങ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഏജ് കാറ്റഗറിയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ക്ലാസ്സിൽ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയണത്. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. നമ്മൾ പാർട്ട് 4 നമുക്ക് തീർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കില് നെക്സ്റ്റ് ക്ലാസ് എങ്കിലും ഈ പാർട്ട് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മുടെ റെക്കോർഡ്സ്, ലാസ്റ്റ് ഒരു റെക്കോർഡ് നമ്മൾ ക്ലാസ് റൂമിൽ ഇടുന്ന റെക്കോർഡ്സ് ആ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ സ്കൂൾ മാനേജ്മെന്റ്, മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഇത് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് എന്നാണെങ്കിലും ശരിക്കും ഇത് നോർമൽ സ്കൂളിന്റെ രീതിയിലാണ് ഈ നമ്മളുടെ ഈ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്. മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങള് വേറെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ടിപ്സ് ഫോർ സ്റ്റാർട്ടിങ് എ മോണ്ടിസോറി സ്കൂൾ. അതിന് നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഇതിനകത്തുള്ള നമ്മുടെ PDF യൂണിറ്റ്സ് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. യൂണിറ്റ് 5 ഡെവലപ്മെന്റ് പ്രൊഫൈൽ ആണ്. എന്താ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ
നിങ്ങളോട് നിങ്ങളുടെ പ്രൊഫൈല് കാണിക്കാൻ പറയും. ജസ്റ്റ് ലൈക്ക് ബയോഡേറ്റ അല്ലെങ്കിൽ CV അല്ലെ, അതിൽ നമ്മളുടെ എന്തെല്ലാം സ്കിൽസ് ഉണ്ടോ, നമ്മൾ എന്തെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിരിക്കും അല്ലെ. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഫൈല് വേറെയാണ്, നമ്മളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രൊഫൈല് വേറെയാണ്. അതുപോലെ തന്നെ സ്കൂളിലെ സ്റ്റുഡൻസിന് ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കും. അവരുടെ റിപ്പോർട്ട് കാർഡിന്റെ ഒപ്പം തന്നെ അവർ ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ അവരെങ്ങനെയാണ്, അവരുടെ ലാംഗ്വേജ് സ്കിൽ എങ്ങനെയാണ്, അത് എഴുതുമ്പോഴെങ്ങനെയാണ്, പറയുമ്പോഴെങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഓരോ സ്കൂളിലും അതിന്റെ ഫോമാറ്റ് ഡിഫറെന്റ് ആയിരിക്കും, ബട്ട് കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ കൊടുക്കുക എന്നുള്ളത്. ഇവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, എല്ലാത്തിനെയും റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ വരുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ആ കാര്യമാണ് പറയുന്നത്. അത് കൂടാതെ തന്നെ ടീച്ചേഴ്സിന്റെ കാര്യങ്ങളും, ടീച്ചേഴ്സ് ലൈക്ക് ടൈം ടേബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ടീച്ചർമാര് ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴുള്ള ഫോമാറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ടീച്ചർ ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഐ ആം റിക്വസ്റ്റിംഗ് യു ഡോണ്ട് ഫോളോ ദാറ്റ് ലെറ്റർ. അത് നല്ലൊരു ഫോമാറ്റ് അല്ല. അതിലും നല്ല ഫോമാറ്റ് നമുക്ക് തന്നെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് സോഫിയ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. അത് ഓരോ പെർട്ടിക്കുലർ സ്കൂളിലേക്കും അയക്കേണ്ട രീതി അതിൽ ഗൂഗിളിൽ നല്ല ഫോമാറ്റ് ഉണ്ട്. ഈ PDF-ലുള്ള ഫോമാറ്റ് നോക്കരുത്, വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര പൊട്ടത്തെറ്റാണ്. അതായത് ഗൂഗിൾ ഫോമാറ്റിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തിന് മേ ബി ആ ടൈപ്പിംഗ് എററോ എന്തോ ആണ്. തുടങ്ങിയത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ എൻഡ് ചെയ്തത് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത വേർഡ്, ഒരു ഗ്രാമർ ഇല്ലാത്ത വേർഡ്, ഒരു മീനിങ് ഇല്ലാത്ത വേർഡ്. നമ്മളിപ്പോ പ്രൈമറി സ്കൂളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് പ്രത്യേകം ടെംപ്ലേറ്റ് ഉണ്ട്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിമെന്ററി സ്കൂളിലാണെങ്കിൽ അങ്ങനെ, ഹൈസ്കൂൾ ലെവലിലേക്കാണെങ്കിൽ അങ്ങനെ, ചെറിയ പ്രീ സ്കൂൾ അങ്ങനെയുള്ള, അങ്ങനെ ഓരോ ലെവലിലേക്കും ഓരോ രീതിയിൽ അപ്ലൈ ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് ഇഷ്ടം പോലെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ടെംപ്ലേറ്റ്സ് കാണും. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങളായിട്ട് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഫോമാറ്റ്സ് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക, എഴുതി സൂക്ഷിച്ചു വെക്കുകയോ എന്താണെന്ന് ശരി. എന്നിട്ട് സ്കൂളിൻ്റെതനുസരിച്ച് അവിടെ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താ ഈ ഡെവലപ്മെന്റ് പ്രൊഫൈല് പറയണേന്നുള്ളത്. ഞാൻ പറയുന്നത് നമ്മൾ ഒരു മെറ്റീരിയൽ, നമ്മളിപ്പോ ഒരു ബുക്ക് വാങ്ങുകയാണെങ്കിൽ പോലും നമ്മളത് ഫുൾ കണ്ണും അടച്ച് എടുക്കരുത്. കാരണം നമുക്ക് അവിടെ എന്തെങ്കിലും അപ്പൊ ഒരു മിസ്റ്റേക്സ് ഉണ്ട്, കാരണം ടൈപ്പിംഗ് എററൊക്കെ സംഭവിക്കാറോ. അപ്പൊ എല്ലാം ക്ലാരിഫൈ ചെയ്ത് വേണം പോവാനായിട്ട്. അത് ഈ ലെറ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എത്രത്തോളം അതിനകത്ത് ശരിയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾക്കറിയാം നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റിപ്പോർട്ട് കാർഡ് ഉണ്ട് അല്ലെ. റിപ്പോർട്ട് കാർഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോണ്ടിസോറി മെത്തേഡ്സിൽ നിങ്ങൾ ആ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് കൺവെൻഷണൽ മെത്തേഡ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മോണ്ടിസോറി മെത്തേഡിൽ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, ഇത് അൺഗ്രേഡഡ് ഓർ നോട്ട് ഗ്രേഡഡ് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഗ്രേഡോ റാങ്കോ മാർക്കിംഗ് സിസ്റ്റോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ നാട്ടിലൊക്കെ പ്യുവർ മോണ്ടിസോറിയിൽ ഒരു മിക്സഡ് ആയിട്ട് ആണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് പലപ്പോഴും പാരന്റ്സ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, പിന്നെ ടീച്ചർ സൈഡിൽ നോക്കുമ്പോൾ കുട്ടിയുടെ പ്രോഗ്രസ് മെഷർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈവൻ ദോ ഒരു പ്യുവർ അല്ല, ഒരു മിക്സഡ് മോണ്ടിസോറി സ്കൂൾ മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിൽ കൂടിയും അവിടെ ഒരു റിപ്പോർട്ട് കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടില് മോണ്ടിസോറി അങ്ങനെ അവിടെ എവിടെയൊക്കെ കുറേശ്ശെ ഉണ്ടെന്നല്ലാതെ അതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ പാരന്റൽ സൈഡിൽ നിന്ന് അതിനുള്ള സപ്പോർട്ട് അങ്ങനെ അത്ര കാര്യമായിട്ട് വന്നില്ല. പക്ഷെ പുറത്ത് പ്രത്യേകിച്ചും ജപ്പാൻ, ചൈന, അവരുടെ ജാപ്പനീസ് മെത്തേഡൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് അഡാപ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ഇവിടെ പ്യുവർ മോണ്ടിസോറി. ഈവൻ ദോ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മെത്തേഡ് ആണെങ്കിൽ കൂടിയും അതിൽ ചില ഇംപ്രൊവൈസേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഈവൻ ജപ്പാനിലാണെങ്കിലും ചൈനയിലൊക്കെ ആണെങ്കിലും മോണ്ടിസോറി സ്കൂൾസ് റൺ ചെയ്യുന്നത്. ഓക്കെ, അത് ഇത്രയും കാലങ്ങൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്യുമല്ലോ, കാലത്തിന്റെ ഓരോ ടെക്നോളജിക്ക് അനുസരിച്ച് അപ്ഡേഷൻ വരുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടാകാം. നമ്മളുടെ ഇവിടെ തന്നെയും കരിക്കുലത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുത്താറുണ്ട്, സിസ്റ്റത്തിൽ പല മാറ്റം വരുത്താറുണ്ട്. സോ അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ മാർക്ക് കൊടുക്കുന്നത്
കോംപ്ലക്സ് സെന്റൻസസ് ഐ ചൈൽഡ് ക്യാൻ സ്പീക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ റിപ്പോർട്ട് കാർഡില് അങ്ങനെ ഇപ്പം നമ്മളുടെ കുട്ടികളുടെ ഒക്കെ ആവുമ്പോൾ ബെറ്റർ നെക്സ്റ്റ് ടൈം എന്നോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഗുഡ്, പിന്നെ അങ്ങനെ ഓരോ ആ ഒരു ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആ ഡെവലപ്മെന്റ് സ്റ്റേജിൽ, പിന്നെ അല്ലെങ്കിൽ പറയാം റൈറ്റിംഗ് സ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്, ഓറൽ ഓക്കെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോന്നിനും ഓരോ ചിലപ്പം കമന്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേഡ് ആയിരിക്കും. അപ്പൊ പാരന്റ്സിന് ഒരു കൺഫർമേഷൻ കിട്ടും അവര് എങ്ങനെ ഇതിനകത്ത് പിൻ പോയിന്റ് ചെയ്യണം, ഏത് ഭാഗത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ആസ്പെക്ട്. കുറെ ഫേസറ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്, ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. കുട്ടികളുടെ ഏത് ആസ്പെക്ട് അല്ലെങ്കിൽ ഏത് ആസ്പെക്ട്സിലാണ് അവര് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അവരുടെ കുട്ടിയുടെ നീഡ്സ് എന്താണ്, എന്ത് സപ്പോർട്ട് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ റിപ്പോർട്ട് കാർഡ് കാണുമ്പോഴേക്കും മാത്സില് കുറച്ച് താഴേക്ക് വന്നെങ്കിൽ അപ്പൊ മാത്സിന്റെ ഏത് പോർഷൻ ആണെന്ന് അപ്പൊ ആൻസർ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കുട്ടിക്ക് ഡിവിഷൻ ആണ്, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഡിവിഷന്റെ പ്രോബ്ലംസ് ആണ് പ്രശ്നം വന്നെങ്കിൽ, സോ ഞാൻ എക്സാമ്പിൾ പറയുവാണ്, ഇപ്പൊ അവിടെ കുറച്ച് ഒന്ന് സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ആൻസർ അറിയാം, മലയാളം ആൻസർ അറിയാം, പക്ഷെ എഴുതി വെക്കുമ്പോൾ കംപ്ലീറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അക്ഷരങ്ങൾ തമ്മിൽ ഉള്ള കൺഫ്യൂഷൻ, അതൊക്കെ കൺഫ്യൂഷൻസ്. അപ്പൊ അക്ഷരങ്ങളിൽ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വെച്ച് കഴിഞ്ഞാൽ കുട്ടി കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആവും. അങ്ങനെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റിപ്പോർട്ട് കാർഡിന്റെ ആവശ്യം പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ സോറി ടു ഡിസ്റ്റർബ് യു മാം. യെസ് അല്ല, ഇത് പറഞ്ഞപ്പോ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്കൂളിൽ ഇതുപോലെ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുമ്പോ ഞങ്ങൾക്ക് മന്ത്ലി ഇങ്ങനെ അയക്കണം കുട്ടികളുടെ വീട്ടിലേക്ക്. അത് റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു. അപ്പൊ അവർക്ക് ഇതുപോലെ നെഗറ്റീവ് ആയിട്ടൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. അതാണ് ടീച്ചേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. ഹി ഈസ് ഓർ ഷീ ഈസ് നോട്ട് ഡൂയിങ് ദിസ് ഓർ ഷീ, ഒരു നെഗറ്റീവ് കമന്റും വരാൻ പാടില്ല. പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ട്, ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ പോലും അതൊരു പോസിറ്റീവ് രീതിയിൽ എഴുതണം. ഷീ കെൻ ഡു ലൈക്ക് ദിസ് ബെറ്റർ, ഓർ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഇംപ്രൂവ് ആയിട്ടുണ്ട്, ഒരു കൺസിസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതുപോലെ ഒരു പോസിറ്റീവ് റിമാർക്ക് ആയിരിക്കണം. ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റോ റിപ്പോർട്ടോ എഴുതാൻ പാടില്ല എന്ന് എനിക്കൊരു പ്രത്യേകം ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജ്യോതി എന്താ തോന്നുന്നത്, അതുകൊണ്ട് നല്ലതായിരുന്നു അതോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ഡിഫിക്കൽട്ടീസ് നിങ്ങളുടെ ടീച്ചർ സൈഡിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അത് നല്ലതായിരുന്നു. പിന്നെ എന്താ വെച്ചാല് എനിക്ക് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ഇങ്ങനെ റിപ്പോർട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ പേരൻസ് ആയിട്ട് അവർ ഫോണിൽ കോൺവെർസേഷൻ ഉണ്ടാവുമല്ലോ സാധാരണ കുട്ടിയോട്. അപ്പൊ അവരിങ്ങനെ പറയും, ഇങ്ങനെ ഈ ടീച്ചർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ടീച്ചർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ എഴുതാറ്. അപ്പോൾ കുട്ടികൾ സ്റ്റുഡൻസ് കൂടുതലും ഞാൻ എന്ത് കമന്റ് ചെയ്തു എന്ന് വെച്ച് അവര് എക്സ്പെക്ട് ചെയ്യും. എന്ന് വെച്ചാൽ അവർ ഹാപ്പിയാണ്. അങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടി ഹാപ്പിയാണ് കുട്ടികൾ. പേരൻസ് ബോത്ത് ആർ വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് എഴുതുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആണ്. ഏത് ക്ലാസ് ഒക്കെയാണ്? ഞാനൊരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ ഒരു ഫിനിഷിംഗ് സ്കൂളാണത്. അപ്പോ അവർക്ക് അങ്ങനെ മാസം ഇങ്ങനെ മന്ത്ലി ഒരു റിപ്പോർട്ട് കൊടുക്കണം, ഇവാലുവേഷൻ റിപ്പോർട്ട്. പിന്നെ സ്കൂളിലും 5th 6th പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും കൂടി ഇങ്ങനെ കുട്ടികൾക്ക് മന്ത്ലി റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ അവിടെയും കൂടി ഇങ്ങനെ ഇതുപോലെ പോസിറ്റീവ് കമന്റ്സ് എഴുതാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോ സ്റ്റുഡൻസ് ആർ വെരി ഹാപ്പി, ദേ ആർ എക്സ്പെക്ടിങ് വാട്ട് വിൽ ബി നെക്സ്റ്റ് മന്ത്, എന്ത് കമന്റ് ആയിരിക്കും എന്നെ കുറിച്ചിട്ട്. ജ്യോതി പറഞ്ഞപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുവാണ്. ഞാനൊരു 2018 അതായത് നമ്മുടെ മോണ്ടിസോറി കഴിഞ്ഞ ഉടനെ തന്നെ MSW ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് 2 വർഷമാണല്ലോ കോഴ്സ്. ഈ 2 വർഷം 5 പേപ്പർ ഉണ്ട്. 5 പേപ്പറിനും ഓരോ പേപ്പറിനും ഓരോ അസൈൻമെന്റ് വെച്ച് എഴുതണം. അങ്ങനെ 2 വർഷം കൂടെ 10 അസൈൻമെന്റ്. ക്വസ്റ്റ്യൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. അത് വെച്ച് നമ്മൾ അസൈൻമെന്റ് എഴുതി നമ്മുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. വലിയ ഫയലാക്കിയിട്ട് ഓരോ സബ്ജക്റ്റിനും ഓരോ ഫയലായിട്ട് നമ്മൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. അപ്പം അതിനൊരു ഫ്രണ്ട് ഷീറ്റ് വെക്കും. യെല്ലോ കളറിലുള്ള ഒരു ഫ്രണ്ട് ഷീറ്റ് ആണ്. ഫ്രണ്ട് ഷീറ്റിൽ അവർ തന്ന ഫോർമാറ്റ് തന്നെയാണ് അവരെഴുതുന്ന മാർക്ക്, കമന്റ്സ് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഇടുക്കിയിൽ ഇൻട്രസ്റ്റ് ആണ് അതൊന്ന് വായിക്കാൻ. എന്തായിരിക്കും നമുക്ക് കമന്റ് ഇടുക എന്നുള്ളത്.
ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വായിക്കാൻ. ഈവൻ മാർക്കിനേക്കാളും കൂടുതൽ നമ്മൾ അതിന് ഭയങ്കര ഇത് ചെയ്യും. അപ്പൊ ചില സാറുമാരൊക്കെ എഴുതും യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് വെരി ഗുഡ്. ഇപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം ആ ഒരു പോസിറ്റീവ് കമന്റ് കാണുമ്പോൾ. ജ്യോതി പറഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അങ്ങനെയൊക്കെ അവര് എല്ലാ കാര്യങ്ങളെ കുറിച്ചും കമന്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പൊ അത് ഓൾമോസ്റ്റ് അതൊരു നമ്മുടെ ഒരു ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയാണല്ലേ. അതേസമയം അവര് അതിന്റെ ഗ്രേഡിനെ കുറിച്ചിട്ട് ബോധറിയില്ല. നമ്മൾ എന്താണ് റിമാർക്സ് എഴുതിയിരിക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ് അവർ കൂടുതൽ ഹാപ്പി. പക്ഷേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡായിരുന്നു. ഞാനൊക്കെ പിന്നെ മാർക്കൊക്കെ കിട്ടുമായിരുന്നോണ്ട് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ മാർക്ക് കുറവ് വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഫെയിൽ ആയി കഴിഞ്ഞാൽ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് അടിയിൽ ഇങ്ങനെ വരയ്ക്കും. അതൊക്കെ കാണുമ്പോ ഒരു വിഷമം. അത് നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പുവർ ആണെങ്കിൽ പുവർ, ഫെയിൽ അല്ലെങ്കിൽ എക്സലന്റ്, ഈ ഒരു ഗ്രേഡേ ഉള്ളൂ, ഗ്രേഡിങ്ങേ ഉള്ളൂ. അതല്ലാതെ അതിന്റെ കൂടുതലൊന്നും അവർ പറയാനില്ല. ശരിയാ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ ഒരു മെത്തേഡാണ് ശരിക്കും നമ്മളുടെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ നമുക്ക് എവിടെ ഇനി ഡെവലപ്പ് ചെയ്യാം. കുട്ടിക്ക് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്ന കഴിവുണ്ടെങ്കിൽ ടീച്ചർ ആ പ്രൊഫൈലിൽ അതായത് ഈ റിപ്പോർട്ട് കാർഡിൽ അത് മെൻഷൻ ചെയ്യുമ്പോൾ കുട്ടിക്കും അത് സന്തോഷം. അപ്പൊ അങ്ങനെ ഞാന് നമ്മളുടെ കുട്ടികളുടെ ഈ കൊറോണ സമയത്ത് ഓൺലൈനായിട്ട് PTA മീറ്റിംഗ്, പാരന്റ്സിന്റെ മീറ്റിംഗ്, ഈ മോളിങ്ങനെ ഹൈസ്കൂൾ 9th 10th ആയപ്പോ 9th സമയത്ത് സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോ ആ 9th ആയ സമയത്ത് ഇവളുടെ ക്ലാസ്സിലേക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നൊരു കുട്ടി വന്നു. മലയാളിയാണ്, പക്ഷെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് അവിടെയാണ്. അപ്പൊ ആ മോന് മലയാളം ശരിക്കും അറിയില്ല, ഇംഗ്ലീഷാ പറയുന്നത്. പക്ഷെ ഒറ്റ മോനാണ്. അവന് ഏറ്റവും ഇഷ്ടം കീബോർഡ് വായിക്കുന്നതാ. ഭയങ്കര ഇഷ്ടം കീബോർഡ് വായിക്കുന്നത്. അപ്പോ മീറ്റിങ്ങില് ആ കുട്ടിയുടെ അമ്മ ആന്ധ്രാപ്രദേശിലാണ്. ലോക്കൽ ഗാർഡിയനായിട്ട് അമ്മയുടെ സിസ്റ്ററാണ്, ചിറ്റയാണ്. അപ്പൊ ചിറ്റ ഇങ്ങനെ പറയുവാണ് പഠിക്കണ സമയത്ത് കീബോർഡ് വായിക്കും എന്ന് പറയുമ്പോ കൊച്ചും അടുത്തിരിക്കണ്ട അതിന്റെ മുഖം ഇങ്ങനെ അങ്ങനെ ഭയങ്കര ഡൗൺ ആയിപ്പോയി അവൻ. അപ്പം മിസ് പറയുവാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ഒരു മിസ്സാണ്. മിസ് പറയുവാണ്, ക്ലാസ് ടീച്ചർ എന്തിനാ കീബോർഡൊക്കെ മാറ്റി വെക്കുക, അങ്ങനെയൊന്നും അതിനെ കൊണ്ട് പഠിപ്പിക്കേണ്ടെന്നൊക്കെ പറയുവാണ്. ഞാൻ നോക്കുമ്പോ ഈ കൊച്ചിന് മലയാളം അറിയില്ലെങ്കിലും ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അപ്പൊ എന്റെ അടുത്ത് മോളിരിക്കുന്നത് അവൾക്കും ഭയങ്കര വിഷമമായി. അവനങ്ങ് ഭയങ്കര സങ്കടപ്പെടുക. അതായത് അവന്റെ അടുത്തുനിന്ന് ഒരു 10 മിനിറ്റ് ആ കീബോർഡ് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും അവൻ ബുക്ക് എടുത്ത് വായിക്കില്ല. അതേസമയം കീബോർഡ് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹി വിൽ സ്റ്റഡി. അതാണ് അവന്റെ രീതി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവിടെ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ മീറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചു. നിമിഷ നേരം കൊണ്ട് ആ കുട്ടി എന്തൊരു മാറ്റം ഉണ്ടായെന്നറിയോ, ഭയങ്കര സന്തോഷമായി. അത് ഭയങ്കര തലകുനിച്ചിരുന്നു. അവൻ പെട്ടെന്ന് അവന് മോൾക്ക് മെസ്സേജ് അയച്ചു, സേ താങ്ക് യു ടു ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു മെസ്സേജ് ഒക്കെ അയച്ചു. കാരണം അവന് ജീവനാ കീബോർഡ്. അവന് ഒരു പക്ഷെ പഠിത്തം എന്നുള്ളത് അവന് സെക്കൻഡറി ആയി പോയിട്ടുണ്ടാവാം ഈ കീബോർഡ് യൂസിനോട് അത്രയും ഇത് വന്നപ്പോ. പക്ഷെ നമ്മൾ അതൊന്ന് സപ്പോർട്ട് ചെയ്തപ്പോ അവനറിയാം, അവന് മനസ്സിലായി സ്റ്റഡീസും അത്യാവശ്യമാണ്. സോ അവൻ രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് പോവാനായിട്ട് അവന് പറ്റുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ള കുട്ടിയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മളുടെ കുട്ടികൾക്കും പറ്റുന്നത്. ഫോഴ്സ്ഫുള്ളി ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, കമ്പൽ ചെയ്യും പല കാര്യങ്ങൾക്കും. അവര് ഒരു പടം വരച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കേണ്ട സമയത്താണോ പടം വരയ്ക്കുന്നതെന്ന് ആ ഒരു ചോദ്യം മതി, തീർന്നു അവിടെ. അപ്പൊ അതൊക്കെ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ വാക്കുകളും ഈവൻ ടീച്ചേഴ്സിന്റെ വാക്കുകളും ഭയങ്കരമായിട്ട് ഇവരുടെ ഉള്ളിലേക്ക് ചെല്ലും. ഓക്കെ, അപ്പൊ അത് ഈ അക്ഷരങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന കുട്ടികൾക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ആർട്ട് തെറാപ്പി. വരകളിലൂടെ അവരെ അക്ഷരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഒരു ടെക്നിക്കുണ്ട്. അപ്പം റിപ്പോർട്ട് കാർഡ് ഇതുപോലെ ഡെവലപ്മെന്റ് പ്രൊഫൈലില് അവർക്ക് ഡെവലപ്മെന്റ് ഈ എല്ലാ ഇതിലും നമ്മൾ പറഞ്ഞ എല്ലാ ഏരിയാസും ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസില്. അതിലെല്ലാം ഒരു കാര്യം കൂടി, ഈ കോളേജ് ഞാനൊരു 10-12 വർഷം മുമ്പേ കോളേജിൽ പഠിപ്പിച്ചിരുന്നു, ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ്. അപ്പൊ അവിടുത്തെ സിസ്റ്റം എങ്ങനെ വെച്ചാല് അവരും മന്ത്ലി ചിലപ്പോ പിന്നെ ടേം വൈസും അങ്ങനെ സ്റ്റുഡൻസിന്റെ ഇവാലുവേഷൻ ടീച്ചേഴ്സിനെ പറ്റി അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് കൊടുക്കും. എന്നിട്ട് അവര് ആ മൊത്തം ഫോർമാറ്റിലുള്ളതൊക്കെ അവർ ഫില്ല് ചെയ്യും.
എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ട് എടുക്കുന്നുണ്ടോ, എങ്ങനെ ലൗഡ് ആണോ, ക്ലിയർ ആണോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് നേരെ പ്രിൻസിപ്പൽ ഓഫീസ് പോവും. എന്നിട്ട് പ്രിൻസിപ്പല് ഓരോ ടീച്ചേഴ്സിനെ വിളിക്കും. എന്നിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് ഇതാണെന്നൊക്കെ പറയും. പിന്നെ ആ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് അവര് പിന്നെ സാലറി ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോ അങ്ങനെ ആയിരിക്കുമ്പോ നമുക്കൊരു ടെൻഷനാണ്. ഇതിപ്പോ ചിലപ്പോ ചില കുട്ടികളുണ്ടാവും മേ ബി ബൈ ഗ്രഡ്ജ്. ഇപ്പൊ നമ്മൾ അവരെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞായിരിക്കും, എന്തെങ്കിലും ഒരു പേഴ്സണൽ ഗ്രഡ്ജും കൊണ്ടും ചില സ്റ്റുഡൻസ് അങ്ങനെ പെരുമാറാറുണ്ട്. മേ ബി ഇതിൽ ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിൽ. നമുക്കിപ്പോ അങ്ങോട്ട് തിരിച്ചൊന്നും ചെയ്യാനും പറ്റില്ല, പറയാനും പറ്റില്ല. അപ്പൊ നമ്മളൊരു ഡിപ്ലോമാറ്റിക് വേയില് അവരെ ഡീൽ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അത് എത്രത്തോളം ശരിയാണോ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഫോം? നമ്മളിപ്പോ ക്ലാസ്സിലാണെങ്കിൽ ഓക്കെ, ഇപ്പൊ എന്റെ മോളുടെ സ്കൂളിലാണെങ്കിൽ ടീച്ചർ, അവളുടെ ക്ലാസ് ടീച്ചർ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കും കുട്ടികളുടെ അടുത്ത്, ഓരോ സ്റ്റുഡന്റിന്റെ അടുത്ത്. എങ്ങനെ അവരെങ്ങനെ പഠിപ്പിക്കുന്നത്, എങ്ങനെ ടീച്ച് ചെയ്യുന്നത്, എന്തെങ്കിലും മാറ്റം വരുത്തണോ. ചില ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കുന്നതാണോ നല്ലത്, അതോ മാനേജ്മെന്റ് ഇങ്ങനെ സ്റ്റുഡൻസിന്റെ അടുത്ത് കളക്ട് ചെയ്തിട്ട് പിന്നെ അത് വെച്ചിട്ടാണോ ഇൻക്രിമെന്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്? അത് എത്രത്തോളം ഡിസൈഡ് ചെയ്യുന്നതിന്റെ അല്ല, മാനേജ്മെന്റിന് അവരുടെ എന്താ പറയാ, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ആ ഒരു കാര്യം ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അതെല്ലാം അക്കാദമിക് ഇയറും അവർ ചെയ്യും. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫോമാറ്റ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾക്ക് എന്താണോ തോന്നുന്നത് അതും കംപ്ലീറ്റ് എഴുതാം, പേര് വെക്കണ്ട. അത് അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത്. ഞാൻ സ്റ്റുഡൻസ് മെൻഷൻ ചെയ്യില്ല, പേര് അവരുടെ പേര് എഴുതില്ല. അല്ലെങ്കിൽ ഇന്ന സ്റ്റുഡന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പേഴ്സണലി അവരോട് എന്തെങ്കിലും ചോദിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയില്ല. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇതുപോലെ തന്നെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് ലെക്ചർ അല്ലേ, ഓരോ അക്കാദമിക് ഇയറും ഇവർ ഇന്റർവ്യൂ ചെയ്താണ് എടുക്കുന്നത്. ഈവൻ പ്രീവിയസ് അവിടെ വർക്ക് ചെയ്തവരെ തന്നെയായിരിക്കാം വീണ്ടും വീണ്ടും എടുക്കുന്നത്. പക്ഷെ ഇന്റർവ്യൂ എന്നുള്ളത് അവരുടെ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അത് വീണ്ടും ചെയ്തേ അവരെടുക്കുള്ളൂ. അപ്പൊ നമ്മൾ വീണ്ടും ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലാണ് വീണ്ടും നമ്മളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ അക്കാദമിക് ഇയർ തീരുമ്പോഴേക്കും പ്രിൻസിപ്പള് കുട്ടികളോട് ഫീഡ്ബാക്ക് ചോദിക്കും, എന്തും എഴുതാം. ആ ഫീഡ്ബാക്ക് നോക്കിയിട്ടാണ് ആ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലെ ഇന്റർവ്യൂവിന് ഈ സ്റ്റാഫിനെ വേണോ വേണ്ടിയോ എന്ന് അവർ തീരുമാനിക്കും. സോ ദാറ്റ് മീൻസ് അത് അവരുടെ ഒരു ക്രൈറ്റീരിയ. അവർക്ക് നെക്സ്റ്റ് അക്കാദമിക് ഇയർ ഈ ടീച്ചറെ തന്നെ നിലനിർത്തണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് അത്. പിന്നെ ജ്യോതി പറഞ്ഞ ഇൻക്രിമെന്റ് തീരുമാനിക്കുന്നത് അത് ഏതോ കുറച്ച് കുട്ടികളുടെ ഒപ്പീനിയൻ വെച്ചിട്ടല്ല ശരിക്കും ഇൻക്രിമെന്റ് തീരുമാനിക്കേണ്ടത്. റിസൾട്ട് ഓറിയന്റഡ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആ ടീച്ചർ ആ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നു, ടീച്ചർ ആ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിന്റെ എന്തെങ്കിലും പ്രാക്ടിക്കൽ വർക്ക്സ് ഒന്നും പെൻഡിങ് ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് തന്നെ നോക്കുന്നു. അത് നോക്കാം, കുട്ടികളുടെ റിസൾട്ടും നോക്കാം, കുട്ടികളുടെ ക്ലാസ്. ഇപ്പൊ മാറിയിരിക്കുന്നു. കോളേജിൽ ഞാൻ പോന്നിട്ട് കുറെ വർഷമായി. ഇപ്പൊ അന്വേഷിച്ചപ്പോ ഇപ്പൊ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെച്ചിട്ട് കാരണം ഈവൻ ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ അവർക്കറിയാം ഇത് വെച്ചിട്ട് വേണം ടീച്ചർക്ക് സാലറി കിട്ടാന്ന് പറയുമ്പോ അവർക്കൊരു ഇതല്ലേ, ഓ ഞങ്ങളുടെ വാക്കിലാണ് ഇവർക്ക് ഇതെല്ലാം. അതൊരു അൾട്ടിമേറ്റ് ഡെസിഷൻ മേക്കിംഗ് അല്ലല്ലോ, അല്ല അതൊരു പ്രോപ്പർ ക്രൈറ്റീരിയ അല്ല എന്നാണ് എനിക്ക്. അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പോ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഒരു ബോക്സ് പോലെ വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് ബോക്സോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചിലപ്പോ അങ്ങനെ ചെയ്യാറുണ്ട് ക്ലാസ്സിൽ. അപ്പൊ അവർക്ക് എന്തെങ്കിലും എന്നോട് പറയണമെങ്കിൽ പേരൊന്നും എഴുതണ്ട, they can just put in that box എന്ന രീതിയിൽ. നല്ലൊരു രീതി. അതൊക്കെ നമ്മളായിട്ട് പേഴ്സണലി നമ്മളായിട്ട് ചെയ്യുന്നതാണ് അല്ലെ, മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ളതല്ല. ഇപ്പോ ക്ലാസ് എടുക്കുന്നു, ഹാഫ് ആൻ അവർ ഞാൻ സെഷൻ എടുത്തിട്ട് സ്പീഡ് ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇനിയും പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ടോ, അത് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ സ്റ്റൈല് അല്ലെ. ചില ടീച്ചർമാർക്ക് അവര് കുട്ടികളുടെ റെസ്പോൺസ് ശ്രദ്ധിക്കാതെ അവരങ്ങനെ ലെക്ചർ എടുത്ത് പോകുന്നവരും ഉണ്ടാവും. ബട്ട് അത് ചെറിയ ക്ലാസ്സിന് പറ്റില്ലല്ലോ. അതെ ചെറിയ അതെ, വലിയ ക്ലാസ്സിൽ അങ്ങനെ തന്നെയായിരിക്കും. കാരണം വെച്ചാൽ അവര് ലെക്ചർ അങ്ങനെ എടുത്തു പോകും, കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ മാറി, ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ള രീതിയിലേക്ക് ക്ലാസ്സസ് എല്ലാം മാറിയിട്ടുണ്ട്. ഈവൻ ഒരു അവയർനെസ് ക്ലാസ് ആണെങ്കിൽ പോലും ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് നടത്താൻ തന്നെയാണ്
ആൾക്കാരുടെ താല്പര്യം. കാരണം കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ അത്രയും കുറഞ്ഞിട്ടുണ്ട്. ഇന്ററാക്റ്റീവ് സെഷൻ അവരെ കൊണ്ട് തന്നെ പലതും ഷെയർ ചെയ്യിക്കുക, അവരെ കൊണ്ട് തന്നെ അത് അതിനെ പറ്റി അനലൈസ് ചെയ്യിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ പിന്നെയും അത് ശ്രദ്ധിച്ചിരിക്കുള്ളൂ. അല്ലാതെ ഒരു സ്ലൈഡ് കാണിച്ച് ക്ലാസ്സിൽ കിടക്കുന്നത് ശ്രദ്ധിക്കാൻ ചാൻസ് വളരെ കുറവ്. ഓക്കെ, സോ അപ്പൊ ഇത് നമ്മൾ പഠിച്ച പല ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കണം ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ കാര്യങ്ങൾ എഴുതാനായിട്ട്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്കറിയാം, തിങ്കിങ് ആൻഡ് റീസണിങ്, അവിടെ കുട്ടിയുടെ സ്കിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുട്ടി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. നമുക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് ആയതുകൊണ്ട് ചെറിയ കുട്ടികളുടെ കാര്യമാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുമ്പോൾ ലിസണിങ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻസ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോട് മ്യൂസിക്കിനോട് എങ്ങനെയാണ് സിംഗിങ്, ഡ്രോയിങ് ഓർ പെയിന്റിങ്, ക്രാഫ്റ്റ്. ഡ്രോയിങ് തന്നെ പല രീതിയിലുള്ള ഡ്രോയിങ് വരാം, പെയിന്റിങ് പല രീതിയിലുള്ള ഓയിൽ പെയിന്റിങ് വരാം, അല്ലാതെയുള്ള പെയിന്റിങ് വരാം. പിന്നെ ക്രാഫ്റ്റ് വർക്കുകൾ, പിന്നെ ഏതെങ്കിലും ഒരു റോൾ പ്ലേ ഡ്രാമയൊക്കെ ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് ആക്ടിങ് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ന്യൂ ക്രിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, പോയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചിലർക്ക് ആ ഒരു സ്കില്ല് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം പ്രോപ്പർ ഒബ്സർവേഷനിലൂടെ മാത്രമാണ് ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുക, ആ ഒബ്സർവേഷൻസിന്റെ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ കുട്ടിയുടെ പ്രൊഫൈലിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വേണം. നെയിം, ഏജ്, അഡ്രസ്, കോൺടാക്ട് നമ്പർ, ഫാദേഴ്സ് നെയിം ആൻഡ് ഒക്യുപേഷൻ, മദേഴ്സ് നെയിം ആൻഡ് ഒക്യുപേഷൻ, പിന്നെ കുട്ടിയുടെ വെയിറ്റ്, ഹൈറ്റ്, പിന്നെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. പറയാൻ പറ്റില്ല, ചില കുട്ടികൾക്ക് കൈക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അവരെങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നുണ്ടോ, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ലാംഗ്വേജ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ. ടൈം ടേബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നിങ്ങളോടാണോ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ടൈം ടേബിള് കുട്ടികൾക്കുള്ള ടൈം ടേബിൾ ഉണ്ട്, ടീച്ചേഴ്സിനുള്ള ടൈം ടേബിൾ ഉണ്ട്, സബ്ജക്ട് ടൈം ടേബിൾ ഉണ്ട്. അതായത് ഇപ്പോ EVS എന്നൊരു സബ്ജക്ട്, അത് ഏതൊക്കെ ക്ലാസ്സിലാണ്, അപ്പൊ ആ സബ്ജക്റ്റിന് മാത്രമായിട്ട് ടൈം ടേബിൾ വയ്ക്കാം. മാത്സിന് മാത്രമായിട്ട് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ ഉണ്ടാകും. പിന്നെ ഇതിന്റെ എല്ലാം കൂടെ ഒരു മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ടാവും നമ്മുടെ പ്രിൻസിപ്പളിന്റെ റൂമിൽ. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് അറിയാം ഏത് ക്ലാസ്സിൽ ഏത് സബ്ജക്റ്റാണ്, ഏത് ടീച്ചറാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത്, ഇതെല്ലാം അറിയാൻ പറ്റും ഈ മാസ്റ്റേഴ്സ് ടൈം ടേബിളിൽ. ടൈം ടേബിൾ ആണ് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണ്, ഷോയിങ് ദ ഷെഡ്യൂൾ ഓഫ് ടൈം അലോക്കേഷൻ ടു വേരിയസ് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇത് സബ്ജക്ട്സിന്റെ മാത്രമാവില്ല, ആക്ടിവിറ്റീസും കാണാം. ഇപ്പൊ തന്നെ നമ്മുടെ സ്കൂളില് നമ്മുടെ കുട്ടികൾക്ക് യോഗ ഉണ്ടാകും, മ്യൂസിക് അവർ ഉണ്ടാകും, ഡാൻസ് അങ്ങനെ പോകുന്നവരുണ്ടാവും, പിന്നെ ചെസ് അങ്ങനെ ഇൻഡോർ ഗെയിംസിന്റെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാകാം, ഔട്ട്ഡോർ ഗെയിംസിന്റെ അവരുടെ PT പീരീഡ് കാണുമായിരിക്കും. സ്കേറ്റിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂൾ ടൈമിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ ആണെങ്കിൽ അങ്ങനെ അത്. അങ്ങനെ ടൈം ടേബിള് ഒരു വീക്കിലേക്കുള്ള ടൈം ടേബിൾ എന്നുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചില സ്കൂളുകളിലൊക്കെ കറക്റ്റ് മൺഡേ ഇത്, ട്യൂസ്ഡേ ഇത് അങ്ങനെയാണ്. ചില സ്കൂളുകളിൽ അതിന് പകരം Day 1, Day 2, Day 3 ആ രീതിയിൽ പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് ഹോളിഡേയ്സ് വരും. അപ്പോ സംടൈംസ് ഒരു മന്തില് 2 ഹോളിഡേ വന്നു, രണ്ടും വെനസ്ഡേ ആണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആ വെനസ്ഡേ ഡെയിലി വച്ചിരുന്ന ടൈം ആ ഒരു സബ്ജക്ട്സ് ആ 2 ദിവസം അവർക്ക് ലോസ് ആയില്ലേ. അതുകൊണ്ടാണ് Day 1, Day 2 ആ രീതിയിൽ എടുക്കുന്നത്. അതായത് ഇപ്പൊ മൺഡേ Day 1 ആണ്, ട്യൂസ്ഡേ ഒരു ഹോളിഡേ വന്നു, അപ്പോ വെനസ്ഡേ Day 2ന്റെ ടൈം ടേബിൾ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അങ്ങനെ ടൈം ടേബിൾ ഉള്ള സ്കൂളുകളുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ആ പറഞ്ഞത് പറയാം. നമ്മൾ സാധാരണ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മൺഡേയും ഫ്രൈഡേയും ആണ് എന്റെ ക്ലാസ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആരാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ ടീച്ചേഴ്സ് ആ രീതിയിൽ ഇപ്പൊ നമ്മളുടെ സബ്ജക്ട് തന്നിട്ടുണ്ട്. അതേസമയം ഇത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആക്കാനൊന്നും പറയാതെ അത് മനസ്സിലാവാൻ വേണ്ടി പറയണതാണ്. മൺഡേ Day 1 ആന്ന് വിചാരിക്കുക, ട്യൂസ്ഡേ Day 2, അതായത് വർക്കിംഗ് ഡേയ്സ് 1, 2, 3 എന്നുള്ള രീതിയിൽ. മൺഡേ Day 1, നെക്സ്റ്റ് വർക്കിംഗ് ഡേ Day 2 ആണ്.
നെക്സ്റ്റ് വർക്കിംഗ് ഡേ ട്യൂസ്ഡേ അവധിയായിട്ട് വെനസ്ഡേ ആണെങ്കിൽ വെനസ്ഡേ ഡേ 2 ആയിരിക്കും. മനസ്സിലായി. ആ, നമ്മള് സ്കൂളിൽ പഠിച്ചപ്പോ നമുക്ക് മൺഡേ ഈ ഒക്കെ സബ്ജക്ട്, ട്യൂസ്ഡേ ആണ് സബ്ജക്ട് പറഞ്ഞു, വെനസ്ഡേ, അങ്ങനെ 5 ദിവസമാണ് ക്ലാസ് എങ്കിൽ ആഴ്ചയിൽ 5 ഓരോ ദിവസത്തിനും ഓരോ ടൈം ടേബിൾ ആയിരുന്നു, ഓരോ സബ്ജക്ട്സ് ആയിരുന്നു. പക്ഷേ സംടൈംസ് നമുക്ക് ഹോളിഡേയ്സ് വരും, ചിലപ്പോ മഴ അവധി വന്ന് കുറെ ദിവസം പോകും, അങ്ങനെ എങ്ങനെ ആയി വന്ന് നമ്മൾ ഒരു മാസം നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹോളിഡേ വന്നത് ബുധനാഴ്ചയാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും, നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ ഫോളോ ചെയ്തിരുന്ന ടൈം ടേബിൾ പ്രകാരം ബുധനാഴ്ചത്തെ സബ്ജക്റ്റുകൾക്ക് കുറവാകും ടൈം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡേ 1 ഡേ 2 എന്നാക്കി. മൺഡേ സ്കൂളുണ്ട് ഡേ 1, ട്യൂസ്ഡേ സ്കൂളുണ്ട് ഡേ 2, വെനസ്ഡേ മഴ അവധി വന്നു, മഴ കാരണം അവധി പ്രഖ്യാപിച്ചു കളക്ടർ. അത് ഡേ 3 ആകേണ്ടിയായിരുന്നു, പക്ഷെ അവധി ആയത് കാരണം അന്ന് ക്ലാസ് ഇല്ല. സോ ഡേ 3 വ്യാഴാഴ്ചയാവും. ആ രീതിയിൽ ടൈം ടേബിൾ പോകും. അപ്പൊ അവിടെ ടൈം ടേബിളിന്റെ മൺഡേയിലത്തെ സബ്ജക്റ്റ് എന്നോ ട്യൂസ്ഡേയിലത്തെ സബ്ജക്റ്റ് എന്നല്ല, ഡേ 1 സബ്ജക്ട്, ഡേ 2 സബ്ജക്ട്, അങ്ങനെ ആ രീതിയിൽ. ഇപ്പൊ വെനസ്ഡേ അവധി വന്നതുകൊണ്ട് ഡേ 3 വ്യാഴാഴ്ചയായി, ഡേ 4 ഫ്രൈഡേ ആയി. പിന്നെ ഓൺലി വർക്കിംഗ് ഡേ ഉള്ള ദിവസം മാത്രമേ നമ്മൾ ഡേ 1 ഡേ 2 അങ്ങനെ എഴുതുന്നുള്ളൂ അല്ലെ? അതെ അതെ. ഹോളിഡേ ഉള്ള ദിവസം ഇറ്റ്സ് നോട്ട് കൺസിഡർഡ് ആസ് എ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ ആ രീതിയിൽ. പിന്നെ സംടൈംസ് ഇപ്പൊ ടീച്ചേഴ്സിന് തോന്നുന്നു എനിക്ക് ഇതൊന്ന് ചേഞ്ച് ആക്കാം, അപ്പൊ അവര് ഫ്രൈഡേ അങ്ങ് കഴിയുമ്പോഴേക്കും സാറ്റർഡേ സൺഡേ അവധിയാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ അവർ മെസ്സേജ് കൊടുക്കാം, മൺഡേ ഡേ 1 ടൈം ടേബിൾ ആണ് കേട്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കാം. അങ്ങനെ ചിലപ്പോ അവര് കൊടുക്കാം, ചിലപ്പോ അങ്ങനെ കൊടുക്കില്ല, അടുത്ത ഡേ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ കൺസിഡർ ചെയ്യോ അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ടൈം ടേബിൾ. ഇൻ ബിറ്റ്വീൻ ഒരു അവധി വരുമ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ദിവസം, മൂന്നാമത്തെ ദിവസം അവധി വന്നു, അപ്പൊ ആ ഡേ 3 ക്ലാസ് അന്ന് നടന്നില്ല. സോ ഡേ 3 നെക്സ്റ്റ് വർക്കിംഗ് ഡേ. അങ്ങനെ വരുമ്പോ എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ആയിട്ട് അത് വരുന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അവധി ഒരേ ദിവസം തന്നെ എപ്പോഴും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തെ സബ്ജക്റ്റുകൾക്ക് ചിലപ്പോൾ പീരീഡ് കുറഞ്ഞു പോവോ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ടൈം ടേബിളില് കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ്, എൻഡ് ചെയ്യുന്ന പീരീഡ്, അതുപോലെ സ്കൂൾ തുടങ്ങുന്ന സമയം, സ്കൂൾ എൻഡ് ചെയ്യുന്ന സമയം, പിന്നെ അതുപോലെ റിസസിന്റെ ടൈമും കാണിക്കും, ലഞ്ച് ടൈം കാണിക്കും, ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടല്ലോ അത്, പിന്നെ സബ്ജക്ട്സും ആക്ടിവിറ്റീസും, ഓരോ പീരീഡിലുള്ള സബ്ജക്ട്സും ആക്ടിവിറ്റീസും അത് വരാം, പിന്നെ ഓരോ സബ്ജക്റ്റും വരുന്ന ഡേയ്സ് അതെല്ലാം. അപ്പൊ 5 ദിവസം വർക്കിംഗ് ഡേ എന്നുള്ള രീതിയിലുള്ള ടൈം ടേബിൾ ആണെങ്കിൽ അങ്ങനെ. പിന്നെ ചില ടൈം ടേബിൾ ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്ന ടൈം ടേബിളിന്റെ ഒപ്പം അതെടുക്കുന്ന ടീച്ചറുടെ പേരും കൂടി ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഫുൾ നെയിം ആവാതെ, ഇപ്പം ഗിരീഷ് കുമാർ ടി എന്ന് പറഞ്ഞൊരു സാർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ സാർ ആ സബ്ജക്റ്റിന്റെ അവിടെ GKT എന്നായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഒരു ഷോർട്ട് ഫോമിലാക്കിയിട്ട് ആ രീതിയിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ദുൽക്കിഫിലി എന്ന് പറഞ്ഞിട്ടൊരു സാർ ഉണ്ടായിരുന്നു, DKF എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക്. അപ്പം നമ്മൾ കൂടുതൽ പരിചയിക്കുന്നത് അവരുടെ ആ ഷോർട്ട് ഫോം വെച്ചിട്ടാണ്. അങ്ങനെ ആ രീതിയിൽ ഞങ്ങളുടെ ടൈം ടേബിൾ അങ്ങനെയായിരുന്നു. ഏതാണോ സബ്ജക്ട് അതിന്റെ സാറിന്റെ പേര് ആ സബ്ജക്റ്റിന്റെ കൂടെ ആയിരിക്കും, ആ രീതിയിൽ. പിന്നെ ഞങ്ങളതും അങ്ങനെ തന്നെ ആയിരുന്നു. ആണോ? ഇംഗ്ലീഷ് ഒക്കെ സബ്ജക്ട് നമ്മള് സബ്ജക്റ്റ് ആയി തിരഞ്ഞെടുക്കുമ്പോ അതില് കുറെ ടീച്ചേഴ്സ് ഇംഗ്ലീഷിന് തന്നെ വരുന്നുണ്ടല്ലോ, അപ്പൊ ടീച്ചേഴ്സിന്റെ പേര് കൊടുക്കും, RK UK എന്നൊക്കെ പറഞ്ഞിട്ട്. അവര് പിന്നെ നമ്മൾ ഓർക്കണത് ആ ഒരു ഷോർട്ട് ഇതിലായിരിക്കും മിക്കവാറും. പിന്നെ റിസസ് പീരീഡ്, അതായത് ഇപ്പം അതിന്റെ ഡീറ്റെയിൽസ്, മ്യൂസിക് ആണെങ്കിൽ അത്, യോഗയാണെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി സ്കൂളിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈം ടേബിൾ എങ്കിലും കാണുന്ന പറയുന്നത് ഒരു സ്കൂളില്. ഒന്ന് ക്ലാസ് ടൈം ടേബിൾ, നമ്മളിപ്പോ പറഞ്ഞില്ലേ, അത് കുട്ടികൾക്കുള്ളത്, ദിസ് ഇസ് മെന്റ് ഫോർ ദ ക്ലാസ്, ആ ക്ലാസ്സിലെ ടൈം ടേബിൾ. അപ്പൊ അതനുസരിച്ച് അത് ടീച്ചറുടെ കയ്യിലും കാണും, കാരണം ക്ലാസ് ടീച്ചറുടെ കയ്യിൽ പ്രത്യേകിച്ചും കാണും. ആ ടീച്ചറുടെ ക്ലാസ്സിൽ ഏത് സബ്ജക്റ്റ് ആണ്, ഏത് ടീച്ചറാണ് ആ പീരീഡ് പോയിരിക്കുന്നത്. ഏതെങ്കിലും ടീച്ചർ ലീവ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സബ്ജക്റ്റിന്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ജനറൽ ടൈം ടേബിൾ, സബ്ജക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം കാണും. പിന്നെ ടീച്ചേഴ്സ് ടൈം ടേബിൾ,
ഓരോ ടീച്ചറിനും ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മോണ്ടിസോറി എടുക്കുന്നതിന്റെ ടൈം ടേബിൾ എന്റെ കയ്യിലുണ്ട്. ഏതൊക്കെ ദിവസം ഏത് ക്ലാസ്സിനാന്നുള്ളത് അതിനകത്ത് കാണും. ടൈമും ഉണ്ടാവും എനിക്ക് കിട്ടിയിരിക്കുന്ന ടൈം ടേബിളിൽ. എടുക്കുന്ന ക്ലാസ്, എടുക്കുന്ന ടൈം, എടുക്കുന്ന എന്താ പറയാ ഏത് ഡേ ആണെന്നുള്ളത് ആ രീതിയിലാണ്. അങ്ങനെ ടൈം ടേബിൾ ഇപ്പൊ എനിക്കുണ്ട്. ഞാനിപ്പോ മറ്റുള്ള ടീച്ചർമാർ എടുക്കുന്ന ടൈം ടേബിള് ഞാൻ നോക്കേണ്ടതുണ്ടെങ്കിൽ അതും നമ്മളുടെ ആ ടീച്ചർമാരുടെ ഗ്രൂപ്പിൽ കാണും. കാരണം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം എന്റെ ടൈമിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, വേറൊരു ടീച്ചറുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ MT1 ഫുൾ ടൈം ടേബിൾ എന്റെ ഉണ്ടാവും. ഏതൊക്കെ ദിവസം ആരൊക്കെയാ വരുന്നതെന്നുള്ളത്. എനിക്കിപ്പം ഇന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കുന്ന ടീച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു ദിവസം വെനസ്ഡേയോ അങ്ങനെ എടുക്കും. ആ രീതിയിൽ. അപ്പൊ അങ്ങനെയും ടീച്ചർമാരുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടാവും. പിന്നെ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ എല്ലാ ടീച്ചർമാരുടെയും ഒരു കൺസോളിഡേറ്റഡ് ടൈം ടേബിൾ ഉണ്ടാകും. കാരണം അപ്പൊ സാറിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണും ഏതൊക്കെ ടീച്ചർ ഏതൊക്കെ സമയത്താണ് എവിടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ടീച്ചർ കോർഡിനേറ്റർ ഉണ്ട്. മാമിന് അറിയാം ഓരോ സമയത്തും ഏത് ടീച്ചറാണ് ആ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ലീവ് പറയുമ്പോൾ മാം അത് നോക്കും ആ ടൈമിൽ. അപ്പൊ ആരാണ് പകരം, അപ്പൊ നമ്മൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഈസി ആകും. ഇന്ന ടൈമിൽ ഇന്ന ആള് കയറുന്ന ആളെ ഇൻഫോം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ആ രീതിയിൽ നമ്മുടെ രീതിയിൽ പോകും. പിന്നെ ഒരു മാസ്റ്റർ ടൈം ടേബിൾ ഹോൾ സ്കൂളിന്റെ ഒരു ടൈം ടേബിൾ ആണ്. അത് ഇപ്പം സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. പെട്ടെന്ന് മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു മെയ്സ് ആയിരുന്നു ഈ ടൈം ടേബിൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിലേക്ക് നമ്മളുടെ കൺസേൺസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ആക്കി തരും. അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ. ഒരു കംപ്ലീറ്റ് പിക്ചർ, ആ സ്കൂളിന്റെ വർക്കിങ്ങിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഈ ടൈം ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ഹെഡ് മാസ്റ്റർക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ടൈമിൽ ഏത് ടീച്ചർ ഏത് ക്ലാസ്സിൽ ഏത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഏതെങ്കിലും ടീച്ചർ ഫ്രീ ആയിട്ടിരിക്കുവാണോ, അപ്പൊ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് സ്കൂൾ റിലേറ്റഡ് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ആ ടീച്ചറെ വിളിപ്പിക്കുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഫ്രീ ആയിട്ട് ഏത് ടീച്ചറാണെന്ന് വെച്ചാൽ ആ ടീച്ചർ എന്തെങ്കിലും ഹെൽപ്പിനെ വിളിക്കുമോ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ആ രീതിയിൽ ടൈം ടേബിൾസ് ഇങ്ങനെ കീപ്പ് ചെയ്യണം. ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ രീതിയിൽ വെക്കാം. ആക്ടിവിറ്റീസ് ടൈം ടേബിൾ സെപ്പറേറ്റ് വെക്കാം. റൂം ടൈം ടേബിൾ, റൂം ഒന്നുമില്ല, ക്ലാസ് റൂംസ്, ഓരോ ക്ലാസ് എവിടെയാണെന്നുള്ളത്. പിന്നെ ഹോംവർക്ക് ടൈം ടേബിൾ. ചില ടീച്ചർമാർ ഹോംവർക്ക് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ ഈ ഇന്ന ഡേയിൽ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഡേയിലാണ് ഹോംവർക്ക് കൊടുത്തത് ഏത് ഡേയിൽ സബ്മിറ്റ് ചെയ്യണം, ആ രീതിയിലാണ് ടീച്ചർമാർ കിട്ടി. നെക്സ്റ്റ് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഒരു ബുക്ക് കീപ്പ് ചെയ്യണ്ടായിരുന്നു സ്കൂളിൽ. ഇങ്ങനെ ഇപ്പോ ഏതെങ്കിലും ഒരു ടീച്ചർ നാളെ ആബ്സെന്റ് ആണെങ്കിൽ ആ ടീച്ചറിന്റെ ക്ലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓരോ ടീച്ചേഴ്സിന് തലേ ദിവസം തന്നെ ഒരു ബുക്കിൽ ഒരു നോട്ടീസ് വരും. ആ നോട്ടീസ് അനുസരിച്ചിട്ട് ആ ടീച്ചറിന്റെ അടുത്ത് പോയിട്ട് ഒരു സൈന് മേടിക്കും അറ്റൻഡർ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ആയിരിക്കാമല്ലോ. അടുത്ത ദിവസം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ക്ലാസ് ഉണ്ട്, അപ്പൊ അത് എടുക്കണം. അപ്പൊ അതിനുള്ള ക്ലാസ്സിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഫസ്റ്റ് സെന്റൻസ് ഒന്നും സെന്റൻസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ലാസ്റ്റ് വരുമ്പോഴേക്കും സ്ട്രക്ചറിൽ എന്തോ മേ ബി അത് പ്രിന്റിംഗ് മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ആകാം. പക്ഷെ നല്ല ടെംപ്ലേറ്റ്സും ഫോർമാറ്റ്സും നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതങ്ങനെ കുറെ കഥ പോലുള്ളതൊന്നും ആവശ്യമില്ല. കറക്റ്റ് ആ ഒരു കണ്ടന്റ് മാത്രം മതി. ഞാൻ എഴുതുമ്പോൾ ഈ ഫോർമാറ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രം നമ്മളുടെ പേര്, അഡ്രസ്, ടു ഏതാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, അഡ്രസ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആരാണ് അഡ്രസ് ചെയ്യുന്നത്, ടു ദ പ്രിൻസിപ്പൾ ആണെങ്കിൽ അത്, ടു ദ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ അത്. ആപ്ലിക്കേഷൻ എന്താണ് നമ്മുടെ സബ്ജക്ട്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. പിന്നെ മാറ്റർ, റെസ്പെക്ടഡ് സർ ഓർ മേഡം. നമുക്ക് HR അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആരാണെന്ന് കറക്റ്റ് അറിയില്ലെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കാം. അറിയാമെങ്കിൽ സർ ആണെങ്കിൽ സാറിന് കൊടുക്കാം, മാഡം ആണെങ്കിൽ മാഡം കൊടുക്കാം. എന്നിട്ട് മാറ്റർ എഴുതാം. ഈ മാറ്റർ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ബീങ് കൺസിഡേർഡ് ഫോർ ദ പോസ്റ്റ്, I will send the post, I will send sincere and result oriented hard work for the development of school. ഈ ഒരു സെന്റൻസ് എഴുതി വന്നപ്പം അതിന്റെ കൂടെ ആവശ്യമില്ലാതെ ഈ 2-3 വേർഡ്സ് വന്നു. ഇത് ആവശ്യമില്ല ശരിക്കും. ഐ വിൽ എന്തെങ്കിലും ഇങ്ങനെ
ഐ വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഒത്തിരി നമ്മൾ ഹംബിൾ ആയിട്ട് എഴുതണ്ട, ജസ്റ്റ് ആ കണ്ടന്റ് കറക്റ്റ് ആയിട്ട്. കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഞാൻ നല്ല ടെംപ്ലേറ്റ് വേണമെങ്കിൽ എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. നെക്സ്റ്റ് വൺ വരുന്നത് ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷൻ. ചില സ്കൂളുകളിൽ ചിലപ്പോൾ അതിന് ഫോമാറ്റ് ഉണ്ടായിരിക്കും, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലീവ് ആപ്ലിക്കേഷൻ ഫോമാറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് രജിസ്റ്റർ ഉണ്ടാകാം, അതിൽ പോയി മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ വേണം, ഏത് ഡേ ആണോ ലീവ് എടുക്കുന്നത് ആ രീതിയിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ ഓഫീസ് യൂസിന് ലീവ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നോട്ട് പെർമിറ്റഡ് ആണോ, പിന്നെ ഏത് ഡേറ്റിലാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്, ഇത് ലീവ് വിത്ത് പേ ആണോ ലോസ് ഓഫ് പേ ആണോ. ചിലപ്പം ഒരു അക്കാദമിക് ഇയറിൽ ഇത്ര ലീവ് ആകാം എന്നൊക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പൊ അതും കഴിഞ്ഞിട്ട് ലീവ് ഓവർഫ്ലോ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ലോസ് ഓഫ് പേയിലൊക്കെ ലീവ് ആയി പോകും. അങ്ങനെയുള്ള അത് ഓരോ സ്കൂളുകളെയും ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് ഫോമാറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ രജിസ്റ്റർ ആയിരിക്കാം. ഇത്രയുമാണ് ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ വരുന്നത്. കുട്ടികളുടെ ഡെവലപ്മെന്റ് പ്രൊഫൈല് എങ്ങനെയുള്ളതെന്നാണ്. അപ്പൊ അതില് ടീച്ചേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം ഒരു ഇമേജ് അയച്ചുതരാം കേട്ടോ. വേറൊന്നുമല്ല, ഒരു മോണ്ടിസോറി സ്കൂളിന്റെ പ്ലാൻ ആണ്. നമ്മൾ വീട് വെക്കാൻ നേരത്തെ പ്ലാൻ വരയ്ക്കില്ലേ, അപ്പൊ അതുപോലെ ഒരു ഞങ്ങൾക്ക് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, റൈറ്റ് എ പ്ലാൻ, ഡിസൈൻ എ പ്ലാൻ ഫോർ എ മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഞാനത് ഫോട്ടോ എടുത്ത് അയച്ചുതരാം. പിന്നെ ഇപ്പം ചിലര് ചിലപ്പോ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവും അല്ലെ. ചിലപ്പോ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമുക്ക് ഈ ഒരു പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് അതിന് വേണ്ടുന്ന ഒരു എന്താ പറയുക, നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പോകുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആളുകളെയൊക്കെ നമ്മളൊന്ന് അറിയിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഒരു മാനേജ്മെന്റോ ഡയറക്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഇതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം. ഇപ്പൊ മോണ്ടിസോറി സ്കൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് എന്താ ഈ മോണ്ടിസോറി സ്കൂൾ എന്നുള്ളത് മനസ്സിലാവില്ലായിരിക്കും. അപ്പൊ ആ മോണ്ടിസോറി മെത്തേഡ്സും അതിന്റെ ബെനിഫിറ്റ്സിനെയും കുറിച്ചൊരു അവയർനെസ് ഒക്കെ അവർക്ക് കൊടുക്കണം. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് പാരന്റ്സിന് അത് ഇത് കൊള്ളാം, അങ്ങനെയുള്ള അങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് വിടൂ. പിന്നെ മോണ്ടിസോറി സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്താ, മോണ്ടിസോറി അപ്പാരറ്റസ് ടീച്ചിങ് മെറ്റീരിയൽസ് അല്ലെ. നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ നമ്മൾ അതിനെ കുറിച്ച് നമ്മുടെ റെക്കോർഡിൽ എഴുതാൻ പോവുകയാണ്. ആ ടീച്ചിങ് അതിന്റെ ഒരു എക്സിബിഷൻ പോലെ കാണിക്കുക. ആ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഈ അപ്പാരറ്റസ് ഒക്കെ ഇരിക്കുന്ന എക്സിബിഷൻ കാണിക്കുമ്പോൾ തന്നെ പാരന്റ്സ് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. കാരണം അതുപോലുള്ള മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി ക്ലാസ് റൂംസിൽ വരുന്നത്. അതും ആ എക്സിബിഷനും അവയർനെസ് പ്രോഗ്രാമും കൂടെ ഒരുമിച്ച് നടത്തുമ്പോൾ തന്നെ പാരന്റ്സ് ഇംപ്രസ്ഡ് ആവും. പിന്നെ ഒരു പ്രോസ്പെക്ടസ് ഉണ്ടായിരിക്കണം, ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുന്ന, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പ്രോസ്പെക്ടസ് ഉണ്ടായിരിക്കണം. ആ പ്രോസ്പെക്ടസിനകത്ത് ഈ സ്കൂളിന്റെ എയിം എന്താണ്, സ്കൂളിന്റെ രീതികൾ എന്താണ്, സിസ്റ്റം എങ്ങനെയാണ്, ഫങ്ഷനിങ് എങ്ങനെയാണ്, ഇവിടെ നടത്തുന്ന വേരിയസ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, ഫീ സ്ട്രക്ചർ, ഡെഫിനറ്റ്ലി ഇത്രയും കാര്യങ്ങളെങ്കിലും ആ ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. അങ്ങനെ നല്ല രീതിയിൽ ഒരു തുടക്കം ഇട്ടാൽ തന്നെ പകുതി ജോലി കഴിയുന്നു തന്നെ പറയാം. പിന്നെ സ്കൂള് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുക, കുട്ടികളുടെ കാര്യം നോക്കുക എന്നുള്ളത് അടുത്ത ജോലി. ഇപ്പൊ ഓപ്പണിംഗ് ഡേ ഇപ്പൊ എല്ലായിടത്തും കാണാറില്ലേ, എന്താ പറയാ, ഫസ്റ്റ് ഡേ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടല്ലേ എല്ലാ സ്കൂളുകളും അംഗൻവാടികൾ ഉൾപ്പെടെ എല്ലാവരും ആഘോഷം ആക്കുവാണല്ലേ. അതിനുവേണ്ടി പ്രത്യേക തീം സോങ്ങും ഒക്കെ റെഡിയാക്കാറുണ്ട് ഗവൺമെന്റ് സൈഡിൽ നിന്നും. അത് നല്ല ടോണിൽ പാടുന്നതും ഒക്കെ നമുക്ക് കേൾക്കും. അപ്പൊ ഇത് അത് ഏത് സ്കൂൾ തന്നെയാണെങ്കിലും ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഓപ്പണിംഗ് ഡേക്ക് വേണം. കുട്ടികൾക്ക് ഒരു ന്യൂ ഫീൽ നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികളെ ഭയങ്കര ഇതായിട്ട് വെൽക്കം ചെയ്യുന്നു, അവരുടെ ക്ലാസ് റൂം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നു, നിറയെ ബലൂൺസും അങ്ങനെ ഇങ്ങനെ പിന്നെ ചോക്ലേറ്റ്സും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നതാണ്. പിന്നെ പറയുന്നത് മോണ്ടിസോറി സ്കൂൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ, ദ ഹെൽപ്പർ ഓർ അസിസ്റ്റന്റ് ടു ദ ഡയറക്ടർ ഷുഡ് സ്റ്റാൻഡ് അറ്റ് ദ ഗേറ്റ് ടു വെൽക്കം ദി ചൈൽഡ് ആൻഡ് ദീസ് പാരന്റ്സ്.
കുട്ടികളും പാരന്റ്സും ഒക്കെ കൂടെ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യാനായിട്ട് ആ സ്കൂളിലെ മെയിൻ ആള് ഡയറക്ടറുടെ അസിസ്റ്റന്റ് തന്നെ അവിടെ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാരെയും ഗ്രീറ്റ് ചെയ്ത് വിഷ് ചെയ്ത് കുട്ടികളെയും പാരന്റ്സിനെ അകത്തേക്ക് വിളിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കുട്ടികളുടെ ബാഗ് വെക്കേണ്ട പ്ലേസ് കാണിച്ചു കൊടുക്കുന്നു. ഷൂ അഴിച്ച് വെക്കേണ്ടതാണെങ്കിൽ അതിന് വേണ്ടുന്ന ഷൂ റാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളും കബോർഡ്സും എല്ലാം, അവരുടെ ടിഫിൻ ബോക്സ് എല്ലാം വെക്കാനുള്ള കബോർഡ്സും എല്ലാം കാണിച്ചു കൊടുക്കും. മോണ്ടിസോറി സ്കൂൾ ആകുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരിക്കും. മറ്റേ ട്രഡീഷണൽ സ്കൂൾ ആകുമ്പോൾ ഒരു ക്ലാസ് റൂം ഉണ്ടാകും, ആ ക്ലാസ് റൂമിൽ ഇരുന്നുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ ഏരിയ കവർ ചെയ്യാനുണ്ടാവും. അപ്പൊ എല്ലാം കുട്ടികളെ കാണിച്ചു കൊടുത്ത് അതൊരു എന്താ പറയുക, ഒരു എക്സിബിഷൻ പോലെയോ അങ്ങനെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തായിരിക്കും എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കുട്ടികളെ കാണിച്ചു കൊടുക്കാം. പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കണം എന്നാ പറയുന്നത്. സോഫ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു, എല്ലാം സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ഭയങ്കരമായിട്ട് വോയിസ് മോഡുലേഷൻ ഹൈ പിച്ചിലാക്കി ഷൗട്ട് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പേടിച്ചു, പാരന്റ്സും വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും കുട്ടികളോട് അങ്ങനെ ചോദിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം, ആ രീതിയിലൊക്കെ ചോദിച്ച് വേണം പോകാൻ. അതിനൊക്കെ വളരെ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഈ മോണ്ടിസോറി മെത്തേഡ്. പിന്നെ ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ. കാരണം കുട്ടി ഒരു സ്കൂളിൽ വന്നു എന്നൊരു ഫീല് മോണ്ടിസോറി സ്കൂളിൽ വരുമ്പോൾ വരില്ല. കാരണം അവിടെ അതുപോലെയാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു പിക്ചറൊക്കെ അയച്ചിരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ അവിടെ നിറയെ മാറ്റ് ഉണ്ടാവും, നിലത്തിരിക്കാനാണെങ്കിലും നല്ല നീറ്റ് ആയിട്ടുള്ള മാറ്റ് ആയിരിക്കും, അതിലിരിക്കാം. ഇഷ്ടംപോലെ ഇൻട്രസ്റ്റിംഗ് തിങ്സ് ആയിരിക്കും ചുറ്റുമുള്ളത്. കുട്ടികൾക്ക് അവരുടേതായ മാറ്റൊക്കെ സെലക്ട് ചെയ്ത് അതിലേക്ക് ഇരിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു മോഡൽ ടൈം ടേബിൾ ഉണ്ട്. അത് ഒരു മോണ്ടിസോറി സ്കൂളിലെ ടൈം ടേബിൾ ഫോർ എ ഡേ ഒരു മോഡലാണ്. 8:30 AM തുടങ്ങി 9 AM ടീച്ചേഴ്സ് അറൈവ് അറ്റ് സ്കൂൾ. നമ്മളൊരു മോണ്ടിസോറി സ്കൂൾ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ടൈം ഷെഡ്യൂൾ ചെയ്യാം. 9 to 10:30 AM ചിൽഡ്രൻ അറൈവ്. ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ പോയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. ആദ്യം ടീച്ചേഴ്സ് അവിടെ എത്തുക, ടീച്ചർ എത്തിക്കഴിയുമ്പോൾ കുട്ടികളും അവിടെ എത്തും. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആൻഡ് സ്മോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തും തുടങ്ങാം ആ ഒരു സമയത്ത്. 10:30 10:45 ഒക്കെ ആകുമ്പോൾ ബ്രേക്ക്, സ്നാക്സിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്. നെക്സ്റ്റ് ഒരു 10:45 11:15 ഒക്കെ ആകുമ്പോൾ ഔട്ട്ഡോർ പ്ലേ. ഇത് നമ്മൾ കുട്ടികളെ കമ്പൽ ചെയ്ത് ചെയ്യുന്നതല്ല, നമ്മൾ നാച്ചുറലി ആയിട്ട് ഇത് ചെയ്യിക്കും. അപ്പൊ ആ ഒരു ടൈം ആകുമ്പോൾ കുട്ടികൾ തന്നെ ഇതിലേക്ക് അങ്ങായി പോകും. പിന്നെ 11:15 AM to 11:40 AM collective presentation followed by art skills, storytelling, looking books, organized game, gardening, a different activity for each day the week. ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റി. ഒരു ദിവസം സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ആർട്ടിന്റെ എന്തെങ്കിലും കാര്യങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം, അല്ലെങ്കിൽ ഒരു ഗാർഡനിങ്, ആ രീതിയിൽ. ദെൻ 11:40 12 എന്ന് പറയുമ്പോൾ സിംഗിങ്. അതാ ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ പോയപ്പോ സാറ് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ സാർ രഞ്ജിഷ അവരുടെ കൂടെ പോയിട്ട് ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ അതിനൊരു പ്ലാറ്റ്ഫോം പോലത്തെ സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കുട്ടികളെല്ലാം കൂടെ ഓടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആക്ഷൻ സോങ് ചെയ്യുമ്പോഴേക്കും കുട്ടികൾ ആദ്യം അവരൊന്ന് ശ്രദ്ധിക്കും, ചിലര് കൂടെ ചെയ്യും. വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാരും കൂടെ ചെയ്യും. അങ്ങനെ ഒരു 3rd ടൈം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആക്ഷൻ സോങ്ങിന്റെ ഒപ്പം ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, 11:40 ഇതിന്റെ ടൈം ടേബിൾ എന്തോ നോട്ട്സിലുണ്ടോ? ആ ഈ ടൈം ടേബിൾ ഇടാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ടൈം ടേബിളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ഞാൻ ഇതിന്റെ മോഡൽ ഇടാം, ടൈം ടേബിളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, ഇത് ഇവിടെ ഇങ്ങനെ ആയാൽ നന്നായിരിക്കും തോന്നുന്നു, ഡെഫിനറ്റ്ലി അത് മാറ്റാം കേട്ടോ. ഇതിനകത്ത് 11:40 AM 12 noon സിംഗിങ് ആണ് പാട്ട്. സോങ്സ് ഫ്രം എനി ലാംഗ്വേജ്, സിറ്റിംഗ് ഇൻ സൈലൻസ്, ചാൻഡിങ് ആൻഡ് പ്രേയേഴ്സ്. ചിലപ്പോൾ പ്രേയർ എന്നുള്ള രീതിയിലായിരിക്കും, നത്തിങ് റിലീജിയസ്. ഓക്കെ, 12 noon ആവുമ്പോഴേക്കും ഈ മോണ്ടിസോറി ഈ മോഡലിനകത്ത് ഇവിടെ
3 to 6 years ആണെങ്കിലും ഒരു 2.5 വയസ്സുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ 2.5 വയസ്സ് തുടങ്ങി 3.5 വയസ്സ് വരെയുള്ള കുട്ടികൾ വീട്ടിലേക്ക് പോകുന്ന ടൈമാണ്. അവർ അത്രയും ടൈമൊക്കെ അവിടെ ഇരിക്കുള്ളൂ ഈ സ്കൂളിന്റെ കാര്യത്തിൽ. ഇതിൽ പറഞ്ഞൊരു മോഡലിലെ 12 noon, കാരണം അവര് ലഞ്ചിന് മുമ്പ് തന്നെ അവർ വീട്ടിലേക്ക് പോകും. 12 noon to 1 PM ലഞ്ച്. 1:30 lying down in silence. എല്ലാവരും കൂടെ മിണ്ടാതെ വെറുതെ നിലത്ത് കിടക്കും. 1:30 to 2:30 PM ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. 2:30 to 3 PM ഗൈഡഡ് കോൺവെർസേഷൻ, ആർട്ട് സ്കിൽസ്, ഡ്രമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, നറേഷൻ ഓഫ് ഇവന്റ്സ്, സ്റ്റോറീസ്, റൈംസ്. അപ്പം ആഴ്ചയിൽ ഓരോ ദിവസവും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യും. പക്ഷെ ഇത് സംടൈംസ് ഗ്രൂപ്പ് ആയിട്ട് ചെയ്യിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു ഫെസിലിറ്റേറ്ററുടെ കൂടെ ഒരു ഏരിയയിലേക്ക് പോകും, വേറൊരു ഗ്രൂപ്പ് വേറൊരു ഫെസിലിറ്റേറ്ററുടെ കൂടെ വേറൊരു ഏരിയയിലേക്ക്. ഞങ്ങൾക്ക് അവിടെ അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ ഒരു 6 കുട്ടികളെ പറഞ്ഞു വിടും. എന്റെ കൂടെ വേറൊരു കൊച്ചുണ്ടായിരുന്നു, അശ്വതി എന്നാണ് തോന്നുന്നു അതിന്റെ പേര്. അപ്പൊ അതിന്റെ കൂടെ വേറെ ഒരു 6 പേരെ പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വതി മിസ് എല്ലാം വന്നു. 3 to 3 PM എല്ലാ കുട്ടികളും വീട്ടിലേക്ക് പോകുന്ന സമയം. അത് കഴിയുമ്പോൾ ടീച്ചർമാർക്ക് അപ്പോഴും പോകാൻ പറ്റില്ല. ടീച്ചേഴ്സ് ഷുഡ് റൈറ്റ് ഒബ്സർവേഷൻ ഓഫ് ഈ ചൈൽഡ് ഫോർ ദ ഡേ. എനിക്ക് അന്നത്തെ ദിവസം 6 സ്റ്റുഡൻസിനെ തന്നിട്ടുള്ളെങ്കിൽ ഞാൻ 6 കുട്ടികളെ പറ്റി അന്ന് ഞാൻ കണ്ടെത്തിയ ഒബ്സർവേഷൻസ് നോട്ട് ചെയ്ത് വെക്കണം. എങ്ങനെയാണ് മോണ്ടിസോറി സ്കൂളിൽ ഒരു ടൈം ടേബിൾ വരുന്നത്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിൽ വരും. പിന്നെ എങ്ങനെ ഈ ഒബ്സർവേഷൻ നമ്മൾക്ക് എങ്ങനെ ചെയ്യാം? ഹൗ ടു ഒബ്സർവ്, വാട്ട് ടു ഒബ്സർവ്. നമുക്ക് ഒരു ടോപ്പിക് പഠിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം ഒബ്സർവേഷൻ. വിചാരിക്കും വെറുതെ നോക്കിയാൽ മതിയോ? പോരാ. നമുക്കൊരു ടോപ്പിക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ ഈസി ഒബ്സർവേഷനേക്കാളും. പക്ഷെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാട്ട് ടു ഒബ്സർവ്, നമ്മൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്? എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം? കുട്ടികൾ ഏത് ആക്ടിവിറ്റിയാണ് എടുക്കുന്നത് എന്നുള്ളത്. ഹൗ ദ കിഡ്സ് ചൂസ് ദെയർ ആക്ടിവിറ്റീസ്. എങ്ങനെ ആ കുട്ടികളെ ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നു, അവരത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, അവരെത്ര തവണ. അപ്പം ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി എടുത്തിട്ടത് 5 times റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. അതിൽ 3 times ആണ് അവർ കംപ്ലീറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ആദ്യം ഒന്ന് ചെയ്തു, അത് മുഴുവനാക്കുന്നതിന് മുമ്പ് അത് ഫുൾ മാറ്റി വീണ്ടും ഒന്നുകൂടെ ചെയ്തു. അപ്പൊ അവര് റിപ്പീറ്റ് ചെയ്യുന്നത് മേ ബി 5 times ആയിരിക്കാം. ചിലപ്പോൾ 5 times കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ അതിൽ 3 or 4 ടൈം ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ 5 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഓരോ തവണയുടെയും കംപ്ലീഷൻ ടൈം ഇതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം എടുത്ത ടൈം ആണോ, സെക്കൻഡ് ടൈം, ഇതൊക്കെയാണ് വാട്ട് ടു ഒബ്സർവ് എന്നുള്ളത്. ഹൗ ദേ കോൺസെൻട്രേറ്റ് ഓൺ ദെയർ ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ അത് നമുക്ക് നോക്കാം. ചിലപ്പോൾ അവരുടെ അവർക്ക് അടുത്ത് നടക്കുന്നതിനെ പറ്റി അവർ ബോധർ ചെയ്യാതെ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അതേസമയം പെട്ടെന്ന് ആരെങ്കിലും അടുത്തൂടെ നടന്നു പോകുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന നിർത്തിയിട്ട് അത് ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. ഒരു ശബ്ദം അടുത്തുനിന്ന് കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന കുട്ടി. അങ്ങനെ അതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിത്തൗട്ട് ഹെൽപ്പായിട്ട് അവര് വർക്ക് ചെയ്യുന്നുണ്ടോ? 3 തവണ അവരൊരു ആക്ടിവിറ്റി ചെയ്തു വിചാരിക്കാം. ഫസ്റ്റ് ടൈം ചെയ്തു, ശരിയാകുന്നില്ല. സെക്കൻഡ് ടൈം അവര് നമ്മളെ നോക്കി, നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ആ നോട്ടം. നമ്മൾ ചെന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. തേർഡ് ടൈം അവരത് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഹൗ മെനി ടൈംസ് ദേ റിപ്പീറ്റ് ദ സെയിം ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു. ഹൗ ദേ ഇന്ററാക്ട് വിത്ത് വൺ അനദർ. അവർ മറ്റുള്ള കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, ഡയറക്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? ഹൗ ദേ ഇന്ററാക്ട് വിത്ത് ദ ഡയറക്ടേഴ്സ്. ഹൗ ദ യങ്ങർ ചിൽഡ്രൻ ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓൾഡർ വൺസ്. നമുക്കറിയാം മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആണ്, 3 to 6 years ആണ്. അപ്പൊ ചെറിയ കുട്ടികള് വലിയ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, അതും നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ വർക്ക് അവർ സാധനങ്ങൾ റിട്ടേൺ ചെയ്യുന്ന രീതി ശ്രദ്ധിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ഡേ അറിയില്ലായിരിക്കും, അവിടെ എവിടെ ഇട്ടിട്ട് പോകും. ബട്ട് സംഹൗ നമ്മൾ അവരെ കാണിക്കും ഇതിങ്ങനെ വയ്ക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവര് കാണിക്കുന്നത് കാണുമ്പോൾ നെക്സ്റ്റ് ഡേ മേ ബി ഹി വിൽ ഡു.
അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഇത് അവിടെ വെക്കണം എന്നവന് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ, ഭയങ്കര ഒരു ശബ്ദം അടുത്തുനിന്ന് കേട്ടു, അങ്ങനെ ഡിസ്ട്രാക്ഷൻ സംഭവിച്ചിട്ടും ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ, ഹൗ ദേ കറക്റ്റ് ദെയർ മിസ്റ്റേക്സ് ബൈ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ്. അവരെന്തെങ്കിലും അവർ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അത്. ഇതാണ് നമ്മൾ എന്തോ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഒബ്സർവ് ചെയ്യണം, ഹൗ ടു ഒബ്സർവ്. റിമെമ്പർ ടു ലീവ് യുവർ ഫുഡ് വെയർ ഔട്ട്സൈഡ് ബിഫോർ എൻറ്ററിങ് ഇൻസൈഡ്. നമ്മൾ ഈ കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുന്ന അവിടെ കയറുമ്പോ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം നമ്മൾ ആ പ്രിമിസസ് അതിനകത്തേക്ക് കയറാനായിട്ട്. മെയിൻറ്റെയിൻ ആബ്സലൂട്ട് സൈലൻസ്. റിമെമ്പർ ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് വർക്ക് ആൻഡ് ബിസി ആക്ടിവിറ്റീസ്. അവിടെ കുറെ ജോലിക്കാരിരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഓർക്കണം. ജോലിക്കാരാണ് നമ്മുടെ കുട്ടികൾ. ഡു നോട്ട് വാക്ക് ഓൺ ദി മാറ്റ്സ്. താഴെ കുട്ടികൾക്ക് ഇരിക്കാനും കിടക്കാനും മാറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്, അതിൽ കൂടെ നമ്മൾ നടക്കരുത്. നടക്കാനുള്ളതല്ല, ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മളത് ചെയ്താൽ കുട്ടികൾ അതുപോലെ ചെയ്യും. അപ്പൊ അത് ആദ്യം തന്നെ കുട്ടികളിൽ അത് അറിയായിരിക്കും, അവരതിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഡു നോട്ട് ടച്ച് ദി ലേണിംഗ് മെറ്റീരിയൽസ്. കുട്ടികൾ അവിടെ ഇരുന്ന് ബിസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മൾ ഒരു സാധനവും എടുക്കാൻ പാടില്ല. ഡു നോട്ട് ഡിസ്റ്റർബ് ദ ചിൽഡ്രൻ ബൈ ടോക്കിംഗ് ഓർ ടച്ചിങ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് നമ്മൾ പോയി സംസാരിക്കുക, അവരെ ടച്ച് ചെയ്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇഫ് ചിൽഡ്രൻ ടോക്ക് ടു യു, സ്മൈൽ അറ്റ് ദം ആൻഡ്. കുട്ടികൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അവരെ നോക്കി ചിരിക്കുക. കൂടുതൽ ഇന്റർവെൻഷൻ അവിടെ വേണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ സംസാരിക്കാൻ പോകേണ്ടത്. കൂടുതലായിട്ട് നല്ല ചെറിയ രീതിയിൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും റിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒബ്സർവ്, അല്ലെങ്കിൽ അവർ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഒബ്സർവ് ഓൾ ദ ചിൽഡ്രൻ വിത്തൗട്ട് എനി എക്സെപ്ഷൻ. എല്ലാ കുട്ടികളെയും നമ്മൾ ഒബ്സർവ് ചെയ്യണം, ആരെയും ഒഴിവാക്കരുത്. See all the arrangements on the floor, on the walls, inside shelves, etc. അവിടെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ നോക്കി മനസ്സിലാക്കുക. അറ്റ് ലീസ്റ്റ് കം ഔട്ട് ക്വിക്ലി. എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഇനി ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈവൻ ദോ നമ്മളൊരു മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇത് തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ ഉള്ളത് പാരന്റ്സിനും ടീച്ചേഴ്സിനും റിഗാർഡിങ് കുട്ടികളോട് അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ലവ് ആൻഡ് ഓണർ യുവർ ചൈൽഡ് അറ്റ് ഓൾ ദ ടൈംസ്, റെസ്പെക്ട് ദർ ഫീലിങ്സ്. അങ്ങനെയൊക്കെ അവരുടെ ഡിഗ്നിറ്റിയോടുകൂടി അവരോട് നമ്മളെക്കാൾ പ്രായമുള്ള ഒരാളെ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോടെ നമ്മൾ കാണില്ലേ, ഈവൻ കുട്ടിയാണെങ്കിൽ പോലും അവനോടും ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാം. പക്ഷേ ആവശ്യത്തിന് നമുക്ക് സ്ട്രിക്റ്റും ഡിസിപ്ലിൻഡും ആകാം. നിങ്ങൾ പറയുന്ന കാര്യത്തിലും ചെയ്യുന്ന കാര്യത്തിലും എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ കുട്ടിക്ക് തോന്നില്ലേ ഇന്ന് പറഞ്ഞത് ആയിരിക്കില്ല, നമ്മൾ പിറ്റേ ദിവസം മാറ്റി പറയുമ്പോൾ കുട്ടി വിചാരിക്കില്ലേ ഇതെന്താ. പ്രൊവൈഡ് ഇനഫ് ഫ്രീഡം വിത്ത് സം ലിമിറ്റേഷൻസ്. നമ്മളുടെ മക്കളെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണല്ലേ, നമ്മൾ അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കും, ബട്ട് വിത്ത് സം ലിമിറ്റേഷൻ. കുഞ്ഞു മനസ്സിലാക്കണം, അങ്ങനെ എന്റെ അമ്മ അങ്ങനെ ഒരു ലിമിറ്റേഷൻ വെക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ ഗുഡ് എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ. പ്ലെന്റി ഓഫ് മീനിങ് ഫുൾ ആക്ടിവിറ്റീസ് അങ്ങനെ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല ക്ഷമയോടുകൂടി അത് നമ്മൾ എക്സസൈസ് ചെയ്യണം. നമുക്ക് ക്ഷമ നമ്മൾ പരിശീലിക്കണം. എന്നിട്ട് കുട്ടിയെ ഒബ്സർവ് ചെയ്യുക. ഇഫ് ഹി ആസ്ക് സംതിങ് അത് വളരെ സോഫ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. അവനെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കാൻ. പെർമിറ്റ് ദ ചൈൽഡ് ടു ഡു എവറിത്തിങ് ബൈ ഹിംസെൽഫ്. പെർമിറ്റ് ദ ചൈൽഡ് ടു ടേക്ക് ഹിസ് ഓൺ ടൈം ഇൻ ഡൂയിങ് തിങ്സ്. ഇന്ന സമയത്ത് ഇന്നതേ നീ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ കുട്ടിയോട് പറയരുത്. ഏത് സമയത്താണോ അവൻ ചെയ്യാൻ എന്താണോ ഇഷ്ടം ആ സമയത്ത് അത് ചെയ്യട്ടെ. എന്ന് വെച്ചിട്ട് സ്നാക്ക്, ലഞ്ച് അങ്ങനെയുള്ള ഫുഡ് അതെല്ലാം കറക്റ്റ് ടൈമിലായിരുന്നു. പിന്നെ സാധനങ്ങൾ മിസ്യൂസ് ചെയ്യുക, പിന്നെ ഫൈറ്റിംഗ് വിത്ത് അതേഴ്സ് അതൊന്നും എൻകറേജ് ചെയ്യിക്കരുത്, ഡിസ്കറേജ് ചെയ്യണം. പിന്നെ ഡു നോട്ട് മൗൾഡ് ദ ചൈൽഡ് ആസ് പെർ യുവർ പ്ലാൻസ്. നമ്മുടെ പ്ലാൻസ് അനുസരിച്ച് കുട്ടിയെ മൗൾഡ് ചെയ്യരുത്. പിന്നെ ഡു നോട്ട് ക്രിറ്റിസൈസ്, സ്കോൾഡ്, ബീറ്റ് ഓർ പണിഷ് ഹിം. ഇത് ടീച്ചേഴ്സിനും പാരന്റ്സിനും ഉള്ള കമാൻഡ്മെന്റ്സ് ആണ്.
ഡു നോട്ട് കിൽ ഓർ ടോർമെന്റ് ലിവിങ് ക്രീച്ചേഴ്സ് ഇൻ ഹിസ് പ്രസൻസ്. അവന്റെ മുമ്പിൽ വെച്ച് മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യരുത്. ലൈക്ക് എന്തോ നമ്മള് വീട്ടിൽ തന്നെ ഈ എലിയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും ഒരിക്കലും കുട്ടിയുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത്. Do not disturb the child when he is concentrating on something or doing something constructive. ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. പിന്നെ do not allow the child to watch TV, cartoons and movies for a long time. Okay. ഈ പറയുന്ന കമാൻഡ്മെന്റ്സ് ഒക്കെ ശരിക്കും ആവശ്യം തന്നെയാണോ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിലും? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഈ വാട്ട് ടു ഒബ്സർവ്, ഹൗ ടു ഒബ്സർവ്, പിന്നെ കമാൻഡ്മെന്റ്സ്, ഇതെല്ലാം വേണോ? അതിന്റെയൊക്കെ നോട്ട്സ് വേണോ? യെസ് മാം, നോട്ട്സ് വേണം. കയ്യിലുള്ളത് നമുക്ക് സെൽഫ്, നമ്മളുടെ കുട്ടികൾക്കും നല്ലതാണ്. നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ അവിടെയും നല്ലതായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള്. പിന്നെ ഇനി ആക്ടിവിറ്റീസ് ഇൻ മോണ്ടിസോറി സ്കൂൾ, കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ടെസ്റ്റില്. പക്ഷെ നമ്മുടെ PDF കുറച്ചേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഈ ഒരു പാർട്ട് 4 ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും തോന്നി. ആപ്ലിക്കേഷൻ ഓഫ് മോണ്ടിസോറി മെത്തേഡ്സ് ഇൻ സ്കൂൾ ലെവൽ. നമ്മളുടെ പാർട്ട് 4ന്റെ ഹെഡിങ് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്. അപ്പൊ എനിക്ക് തോന്നി എന്റെ ഈ ഒരു ടെക്സ്റ്റ് നന്നായിരിക്കും തോന്നി ഇതിന്. ഞാനിപ്പോ ആ ടെക്സ്റ്റിലെ 2 ചാപ്റ്റർ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് കേട്ടോ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി അവരുടെ മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം, കുറേ കാര്യങ്ങളുണ്ട്. 3 വയസ്സുള്ള കുട്ടിക്ക് എന്ത് ആക്ടിവിറ്റി കൊടുക്കാം, 4 വയസ്സുള്ള കുട്ടിക്ക് എന്ത് ആക്ടിവിറ്റി കൊടുക്കാം. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇതായിരിക്കും, എന്ത് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളായിരുന്നു. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പാർട്ട് 4 വേഗം തീർക്കാം. എന്നിട്ട് നമുക്ക് മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് റെക്കോർഡ് എഴുതണം. ബാക്കിയുള്ള റെക്കോർഡ്സ് ഒക്കെ തുടങ്ങിയോ? കിട്ടുന്നുണ്ടോ? ക്രിയേറ്റീവ് ആയിട്ട് ഐഡിയാസ് കിട്ടുന്നുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. വളരെ എന്താ പറയാ കാമായിട്ടിരുന്ന് പറഞ്ഞില്ലേ, എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പോലെ നമ്മൾ വളരെ സമാധാനമായിട്ടിരുന്ന് ചെറിയൊരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അത് ത്രൂ യുവർ പ്രേയേഴ്സ്, നിങ്ങളുടെ ബിലീഫിനനുസരിച്ചുള്ള പ്രേയറിലൂടെയുള്ള മെഡിറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എഴുതാനായിട്ട് നോക്കുക. കിട്ടും. എന്ത് ടോപ്പിക്കാണ്, എന്തിനെ കുറിച്ചാണ് ഞാനിപ്പോ സ്റ്റോറി എഴുതേണ്ടത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് റൈം എഴുതേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് വരും. നമ്മൾ പേപ്പറിലാവും. അത് നമ്മൾ ഇരിക്കാത്തതിന്റെ പ്രശ്നമാണ്. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ആ ബുക്ക് തുറന്നു വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെറിയൊരു കുറച്ച് സമയത്തേക്ക് മെഡിറ്റേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും വരും. എനിക്ക് പറ്റാമെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലേ? ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. Bye.